എന്തായാലും തിരിച്ച് സാധനം ഫിറ്റ് ചെയ്യാം. 10-11 കിലോ വരും, ഏകദേശം 22 കിലോ അടുപ്പിച്ച് നമ്മൾ വണ്ടി കൂടിയിട്ടുണ്ട്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർസെപ്റ്ററിനെ കാണിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻ്റർസെപ്റ്ററിനെ കാണിച്ചു തരാം. വേറെ ഒന്നല്ല, നമുക്ക് റോഡിൽ കൂടെ ഇൻ്റർസെപ്റ്ററിൻ്റെ 2 സൈലൻസർ ഒരു പൊട്ടിച്ച് ഓട്ടിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് സൈലൻസർ ഒരു റോഡിൽ കൂടെ ഓട്ടിക്കാൻ നമ്മളെ ഇപ്പോൾ ഇൻസ്റ്റാ 360 ക്യാമറയൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് റിയാക്ഷനും കാര്യങ്ങളും കിട്ടുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം. നമ്മൾ എന്തായാലും സൈലൻസർ തൊട്ട് ഫുൾ വീഡിയോയും കാണിച്ചു തരാം. റോഡിൽ കൂടെ പോകുമ്പോൾ പോലീസ് ഓടിക്കണമെങ്കിൽ അതും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും സെറ്റായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങാം, കാണാം. പക്ഷേ വണ്ടി സർവീസ് ആയിട്ടാണ് ഞാൻ പുറത്തിറക്കാത്ത തന്നെ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു വണ്ടി ഇന്ന് ഞാൻ 2 സൈലൻസർ ഒരു റോഡിൽ കൂടെ ഓട്ടിക്കേണ്ട ഒരു മൈൻഡ് വന്നു. എന്താണെന്നറിയില്ല, എന്തോ പ്രത്യേകിച്ച് ഒരു മൈൻഡ് വന്നു. ഇൻസ്റ്റാ 360 കൈ കിട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 2 എണ്ണം വലിച്ച് നമ്മൾ 2 ബാറ്റൽ ബോംബ് ഊരിയാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വേറെ സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല, ഒരിക്കൽ ഊരിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സ്ക്രൂ ഒക്കെ ഊരിയാൽ മതി. അപ്പോൾ എന്തായാലും വേഗം പണി തുടങ്ങട്ടെ. അതിൽ ഊരുന്ന വീഡിയോ തൊട്ട് വയ്ക്കുന്ന വീഡിയോ കാണാം. എന്തായാലും റിയാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആദ്യം എന്തെടുക്കാം, ടൂൾ ബോക്സ് എടുത്തിട്ട് പണി തുടങ്ങാം. യെസ്, ടൂൾ ബോക്സ് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൈലൻസർ ഊരി അറിഞ്ഞാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ വീഡിയോ കണ്ടു പഠിച്ചോളൂ. ഞാൻ 2-3 ഊരി പരിചയമുള്ളതാണ്. അപ്പോൾ ഒന്നും ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് 2 സംഭവം ആവശ്യമുണ്ട്. ഇതും വേണം. ഇത് 2 എണ്ണം വേണം. അതാണ് ഇത് ഊരാനുള്ളത്. ഇവിടുത്തെ ബോൾട്ടൊക്കെ നോക്കണം. ഇത് രണ്ടും ആദ്യം താഴോട്ട് അഴിക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് 2 സൈലൻസർ ഊരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലുക്കിലായിട്ടുണ്ട്. ശബ്ദമൊന്നും ഇനി ഇങ്ങനെ ആയിരിക്കില്ല. ഇവിടെയൊക്കെ മുഴങ്ങി നാട്ടുകാരൊക്കെ ഓടി പറഞ്ഞ ഓളുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അമ്മച്ചി ഇതോടൊന്ന് അകത്തണിച്ച് പോയിട്ടുണ്ട്. കേട്ടോ. ഹാർലി ഇതും കൊണ്ട് പുറത്തെ ഉറപ്പായിട്ട് വലിച്ചൊടിക്കും. ഇതാണ് ഇത്. കിട്ടില്ല സാധനം. ഇത്രയും കാലം ഇത് വെച്ചോട്ടിച്ച് ഞാൻ ഒരിക്കലും എന്താ ഊരിട്ടുള്ളൂ. ഇത്ര ശബ്ദം ഉണ്ടെന്ന് ഇപ്പം വിചാരിക്കുന്നു. ഇത് പുന്നു സീൻ. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് റോഡിലോട്ട് ഓടിച്ച് നോക്കാം. റിയാക്ഷൻ നോക്കാമല്ലോ. ആളുകൾ എന്തായാലും രാവണം, നമുക്ക് എന്തായാലും കാണാമല്ലോ. ജസ്റ്റ് ഇപ്പോഴത്തേക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണാം. എന്തായാലും നൈസായിരിക്കും. വാവ്. അത് നമുക്ക് ഈ സാധനം കൊണ്ടുവന്ന് റോഡിൽ ഇറക്കി നോക്കാം. റോഡിലത് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇൻസ്റ്റാ 360 ഫ്രണ്ട് എന്തായാലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിയാക്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം. മിക്കവാറും പോലീസ് പിടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു 5 മിനിറ്റത്തെ വീഡിയോ ആണ്. പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വരും, പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെയും വരും. ആ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പുറത്ത് പോകാം.
അയ്യോ ഈ സാധനം റോഡിൽ നിന്ന് എല്ലാവരും പ്രാവി വിട്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ ആരും കൊണ്ടുപോകല്ലോ കേട്ടോ. പ്രാവി പണ്ടാരടയിൽ കാണും. ബസ് പോയപ്പോഴെല്ലാം ഇങ്ങനെ വെക്കാണ്. എന്തായാലും അടിപൊളി ശബ്ദമായിരുന്നു. നമുക്ക് റെഡ് റോസ്റ്റ് വെച്ചാൽ പൊളിക്കും. അപ്പോൾ റെഡ് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലായിരിക്കും. കോട്ട് 6 ഒക്കെ ചെയ്ത് ചുമ്മാ എല്ലാം ഓരോരുത്തന്മാർ കൊണ്ടു നടക്കണം. എന്തായാലും പൊളി സാധനം സീൻ. പടക്കം പൊട്ടണ പോലെ പടക്കം പറഞ്ഞ് പൊട്ടണം. എന്തായാലും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. എന്താ ഭയങ്കര രസമുണ്ടാകും. പെട്രോൾ തീരുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പോലീസ് വിട്ടില്ല, വീട്ടിൽ എത്തിയിട്ടുണ്ട് സേഫായിട്ട്. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. നമുക്ക് റോഡിൽ കൂടെ പോകുന്നവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാത്ത അമ്മച്ചിമാരൊക്കെ എന്നെ ചീത്ത വിളിക്കും. നിങ്ങൾക്ക് ഫ്ലെയിം പറഞ്ഞാണോ? ഫ്ലെയിം വന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും ആഗ്രഹം തീർന്നിട്ടുണ്ട്. അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്, അമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് എന്തായാലും സൈലൻസർ കയറ്റാം. കുറച്ച് ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എന്തായാലും ഊരണം ഒരാഗ്രഹം കൊണ്ടാണ് ഊരിയത്. എന്തായാലും സന്തോഷം, നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് സൈലൻസറും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് കയറ്റാം. എന്തായാലും ജസ്റ്റ് പെട്ടെന്നെല്ലാം കഴിഞ്ഞ് പെട്ടെന്നെല്ലാം തിരിച്ചു വന്നു. ആ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും തിരിച്ചെടുത്ത് വയ്ക്കുക, വണ്ടി സ്റ്റോക്കാക്കി തന്നെ വയ്ക്കുക. ഇനി എന്തായാലും സൈലൻസർ ഊരിയിട്ടുള്ള പരിപാടിയില്ല. ഭയങ്കര ശബ്ദമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ ആളുകൾ വെറുപ്പിക്കുന്ന ശബ്ദമാണ്. എന്തായാലും GT ഉള്ളവരൊക്കെ ഊരിക്കാണും. എന്തായാലും ഊരായിരിക്കുക, ഭയങ്കര ശബ്ദമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടും എടുത്ത് കയറ്റി ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ എടുത്തിടാം. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെ ശബ്ദം. എന്തായാലും ഒരു രക്ഷയില്ലല്ലേ, മാരക ശബ്ദം. അപ്പോൾ എന്തായാലും റെഡ് റൂസ്റ്ററും കൂടെ വെച്ചിട്ട് എന്തായാലും റെഡ് റൂസ്റ്റർ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം. എന്തായാലും ഈ ശബ്ദം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അതെല്ലാം സെറ്റ് ചെയ്യാം. അത് ഇത് രണ്ടും എടുത്തിട്ട് അത് കയറ്റട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും തിരിച്ച് സാധനം ഫിറ്റ് ചെയ്യാം. വലിയ ടാസ്ക് ഒന്നുമില്ല. ഇതെല്ലാം തിരിച്ച് കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സ്ക്രൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കണം. അത്രയും പറഞ്ഞു ഇല്ല, കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടുത്തെ ബോൾട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. 10 കിലോ വരും കേട്ടോ ഈ സാധനം. 10-11 കിലോ വരും. ഏകദേശം 22 കിലോ അടുപ്പിച്ച് നമ്മൾ വണ്ടി കൂടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. എന്തായാലും ഇതിനും കൂടെ കയറ്റി വയ്ക്കാം. വയ്ക്കാനും ഊരാനൊക്കെ എളുപ്പമുണ്ട്. റോഡിൽ കൂടെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ച് കയറ്റി ഊരിയതുപോലെയല്ലേ എന്ന് തിരിച്ച് വയ്ക്കുക. അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ തിരിച്ച് കയറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സൗണ്ടിന് എന്തെങ്കിലും ലീക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയണമല്ലോ. പൊട്ടിത്തെറിക്കെല്ലാം ചെയ്യോ? ഇവിടെയൊക്കെ ഓക്കെയാണ്. ഇവിടെ കൂടെ തന്നെയാണ് സൗണ്ട് വരുന്നത്. ഈ സൗണ്ടല്ല, കെയർ വരുന്നത്. ഇവിടെയെല്ലാം ഓക്കെയാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പെട്രോൾ ഇല്ലെങ്കിലും കുഴപ്പത്തിനൊരു കുറവുമില്ല. അപ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു നമ്മളെ സൈലൻസർ ഊരണമെന്ന്. അങ്ങനെ ഞാൻ സൈലൻസറൊക്കെ ഊരി. അപ്പോൾ Insta 360 കിട്ടിയോണ്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ നോയിസ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് ശബ്ദം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ നല്ല പുള്ളിങ് ആയിരുന്നു. വണ്ടി ചുമ്മാ വറക്കുമായിരുന്നു. പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് തന്നെ വീടെത്തി. ഇവിടുന്ന് ജസ്റ്റ് അതുവരെ പോയിട്ട് തിരിച്ച് വന്നു. എൻ്റെ ആ ഒരു ഇത് തീരാൻ വേണ്ടി മാത്രം പെട്ടെന്ന് വന്നു. പക്ഷേ ഊരിയപ്പം നല്ല രസമുണ്ടായിരുന്നു. റെഡ് റോസ്റ്റൊക്കെ വെച്ചാൽ മാരകമായിരിക്കും. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അത് സെറ്റാക്കാം. നമുക്ക് എന്തായാലും ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ സെറ്റായി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാം ബൈ.